വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സോഷ്യൽ സയൻസിൻ്റെ 6ാമത്തെ യൂണിറ്റാണ്. ചാപ്റ്ററിൻ്റെ പേര് റിസോഴ്സസ്, യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ചാപ്റ്ററിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ നമ്മളിവിടെ ആദ്യം പഠിക്കാൻ പോകുന്നത് റിസോഴ്സുകൾ എന്നാൽ എന്താണെന്നാണ്. അടുത്ത റിസോഴ്സുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽ റിസോഴ്സുകളെ പറ്റി പഠിക്കും. അതിനുശേഷം ഈ പറയുന്ന മിനറലുകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയെ പറ്റി പഠിക്കും. അപ്പോൾ ഇൻഡസ്ട്രി, ഫാക്ടറി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് പൊല്യൂഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ പൊല്യൂഷനും കാര്യങ്ങളും അതിൻ്റെ എഫക്റ്റുകളെ പറ്റി പഠിക്കും. ഏറ്റവും അവസാനം സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, അതായത് നമ്മൾ എന്ത് സാധനം ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും കൂടെ അത് വേണം എന്നൊരു ചിന്തയിൽ വേണമല്ലോ നമ്മൾ ഉപയോഗിക്കാൻ. അങ്ങനെ സസ്റ്റൈനബിലിറ്റിയെ പറ്റി നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അപ്പോൾ റെഡിയല്ലേ, എല്ലാവരും ഓക്കെ ആണല്ലോ, തുടങ്ങാമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് നമ്മുടെ KGF KGF ചാപ്റ്റർ 1 അല്ലേ, ചാപ്റ്റർ 2 റോക്കി ഭായ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ സിനിമ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും അല്ലേ. ഇതിപ്പോൾ കുറച്ച് വെളുത്തിരിക്കുകയാണ്, കുറച്ചുകൂടി ഇരുളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് KGF കണ്ട പോലെ ഇരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് സംഭവം, ഇതാണ് കോളാർ ഗോൾഡ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇത് 1804 ജോൺ വാരൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഇന്ത്യയുടെ റിസോഴ്സ് മാപ്പ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ഓരോ സ്ഥലത്തും എന്തൊക്കെ മിനറൽസ് എവിടെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ റിസോഴ്സുകൾ എവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ റിസോഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, അതിന് മുന്നേറ്റ് ഇങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് വന്ന ബ്രിട്ടീഷുകാരുടെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു, ഇവിടെയുള്ള റിസോഴ്സുകൾ കൊള്ളയടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ അത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ റിസോഴ്സ് മാപ്പ് പ്രിപ്പയർ ചെയ്തു. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ മൊത്തം മാപ്പ് ഇങ്ങനെ അവർ വരച്ചെടുത്തിട്ട്, അന്നിങ്ങനെയല്ല പാകിസ്ഥാനൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ മാപ്പൊക്കെ വരച്ചെടുത്തിട്ട് ആ മാപ്പിൽ ഇന്ന സ്ഥലത്ത് ഇന്ന റിസോഴ്സ് എന്നൊക്കെ ഉള്ളത് കണ്ടെത്തി പോയപ്പോഴാണ് കർണാടകയിൽ അവരെന്ത് കണ്ടെത്തിയത്, ഇങ്ങനെ ഒരു ഗോൾഡ് ഫീൽഡ് ഉള്ളതായിട്ട് കണ്ടെത്തിയത്. ഈ ഗോൾഡ് ഫീൽഡ് ആണ് എവിടെയാണ്, കർണാടകയിലെ ഉരിഗാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന ഗോൾഡ് ഫീൽഡ്. ഉരിഗാം എന്ന വില്ലേജിലാണ് ഉണ്ടായിരുന്നത്. ഇതിനെയാണ് പിൽക്കാലത്ത് നമ്മൾ എന്തെന്ന് വിളിച്ചത്, കോളാർ ഗോൾഡ് ഫീൽഡ് അഥവാ KGF എന്ന് വിളിച്ചത്. 1880 തൊട്ട് 1956 വരെ ഇവിടെ നിന്ന് ഏതാണ്ട് 800 ടണ്ണോളം എന്ത് ചെയ്തിട്ടുണ്ട്, സ്വർണം. ഒരു ടണ്ണെന്ന് വെച്ചാൽ 1000 കിലോ എന്നാണ്. അപ്പോൾ 800 × 1000 കിലോഗ്രാമോളം ഓഫ് സ്വർണം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്താ ഗോൾഡിൻ്റെ ഉപയോഗം, സ്വർണ്ണമാണല്ലോ, സ്വർണ്ണം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സ്വർണ്ണത്തിൻ്റെ ഉപയോഗം ചോദിച്ചാൽ നിങ്ങളെല്ലാവരും പറയും നമുക്ക് ആഭരണങ്ങൾ ഉണ്ടാക്കാനാണെന്ന്. എന്നാൽ ആഭരണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, ഇലക്ട്രോണിക് പല ഗുഡ്സുകൾ മാനുഫാക്ചർ ചെയ്യുന്നതിന്, ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സറിനകത്തൊക്കെ എന്തുണ്ട്, സ്വർണ്ണമുണ്ട്. അതുപോലെ പല മരുന്നുകളുടെ നിർമ്മാണത്തിനും, പിന്നെ നമ്മൾ ഈ പറയുന്ന ഓർണമെൻറ്റ്സിനും, പിന്നെ പൈസയെ നമുക്ക് സ്വർണ്ണത്തിൻ്റെ രൂപത്തിൽ സൂക്ഷിക്കാൻ പറ്റും. പൈസ കൊടുത്ത് സ്വർണ്ണം വാങ്ങിച്ച് സ്വർണ്ണം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ആവശ്യമുള്ളപ്പോൾ വിറ്റിട്ട് എന്ത് ചെയ്യാം, നമുക്കതിൻ്റെ പൈസ വാങ്ങാം. അങ്ങനെ സ്വർണ്ണത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണം എന്ന് പറയുന്നത് എന്താണ്, ഈ സ്വർണ്ണം എന്ന് പറയുന്നത് ഒരു മിനറലാണ്. സ്വർണ്ണം എന്ന് പറയുന്നത് എന്താണ്, ഒരു മിനറലാണ്. അതായത് മിനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു റിസോഴ്സാണ് ഈ പറയുന്ന സ്വർണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വന്നിട്ട് അവരെന്താ പ്രിപ്പയർ ചെയ്ത്, റിസോഴ്സ് മാപ്പാണ് പ്രിപ്പയർ ചെയ്തത്. അതിലൊരു റിസോഴ്സ് ആയിരുന്നു ഗോൾഡ് എന്ന് പറയുന്ന മിനറൽ. എന്നാൽ ഇങ്ങനെ ഒരു മിനറൽ അല്ലെങ്കിൽ ഒരു റിസോഴ്സ് മാത്രമേ നമ്മുടെ ലോകത്തുള്ളൂ, ഇല്ല. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ റിസോഴ്സസ് എല്ലാം തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് റിസോഴ്സ് എന്നാണ്. നമ്മൾ ഈ കണ്ട ഇരുമ്പ്, സ്വർണം, സിൽവർ, അതുപോലെ നമ്മുടെ ചുറ്റും കാണുന്ന എയർ, വാട്ടർ, മണ്ണ് പോലെ നമുക്ക് ഉപയോഗമുള്ള ഒരുപാട് വസ്തുക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ സംഭവം ഇതാണ്, ശ്രദ്ധിച്ച് പഠിച്ചോ. ഒന്നാമത്തെ പോയിന്റ്, എന്താണൊരു റിസോഴ്സ്, എന്താണൊരു റിസോഴ്സ്, ഇത്രയേ ഉള്ളൂ. എനിത്തിങ് ദാറ്റ് ഈസ് എൻവയോൺമെൻ്റലി അവൈലബിൾ, ടെക്നോളജിക്കലി അക്സസിബിൾ ആൻഡ് കൾച്ചറലി അക്സെപ്റ്റബിൾ ആൻഡ് കേപ്പബിൾ ഓഫ് മീറ്റിംഗ് അവർ നീഡ്സ് ആർ കോൾഡ് റിസോഴ്സസ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ആദ്യത്തെ പോയിൻ്റാണിത്. എന്താണ് മക്കളെ ഒരു റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ പോലെ അതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, എൻവയോൺമെൻ്റലി അവൈലബിൾ ആയിരിക്കണം. അതായത് റിസോഴ്സ് എന്ന് പറയുന്ന സാധനം സിമ്പിളായിട്ട് പറഞ്ഞാൽ, റിസോഴ്സ് എന്ന് വെച്ചാൽ ഞാൻ ഒറ്റ വാക്കി പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു ആരാണ്, ഹ്യൂമൻസ്, മനുഷ്യന് ഉപകാരപ്രദമായ വസ്തുക്കളെയാണ് നമ്മൾ ഒറ്റ വാക്കിൽ റിസോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒറ്റ വാക്കി പറഞ്ഞതുകൊണ്ട് ആവത്തില്ല. സോ റിസോഴ്സിന് കുറച്ചുകൂടി നമ്മളൊരു ഡെഫിനിഷൻ കൊടുക്കണം. അപ്പോൾ പറഞ്ഞേ, എന്താ റിസോഴ്സ്, എനിത്തിങ് ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീങ്സ്, മനുഷ്യന് ഉപയോഗപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ഉപകാരം ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളെയും നമുക്ക് റിസോഴ്സ് എന്ന് വിളിക്കാം. പക്ഷേ റിസോഴ്സ് എന്തായിരിക്കണം, അത് എൻവയോൺമെൻ്റലി അവൈലബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കണം. അടുത്ത്, ഇറ്റ് ഷുഡ് ബി ടെക്നോളജിക്കലി അക്സസിബിൾ, എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ടെക്നോളജി ഉപയോഗിച്ച് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സൂര്യനിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടന്ന് ഹീറ്റ് ഉണ്ടാവുന്നുണ്ട് എന്നും പറഞ്ഞ് അവിടെ നടക്കുന്ന ഹീറ്റ് ഡയറക്റ്റായിട്ട് എടുത്ത് ഭൂമിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അല്ലെങ്കിൽ അതിന് നമുക്ക് റിസോഴ്സായിട്ട് ഇപ്പോൾ കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ നിന്നുള്ള സൂര്യപ്രകാശവും മറ്റും നമുക്ക് കിട്ടും. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞാൽ ആ ചൂടെടുക്കാൻ പറ്റുമോ? ഇല്ല.
അല്ലെ ഭൂമിയുടെ അകത്ത്, നമ്മുടെ ഭൂമിയുടെ ഏറ്റവും ഇൻറ്റീരിയറിൽ അല്ലേ ഭയങ്കര ചൂടാണ്. ഏതാണ് സൂര്യൻ്റെ സർഫസിലുള്ള അതേ താപനില നമ്മുടെ ഭൂമിയുടെ നടുക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നും പറഞ്ഞാൽ ആ ചൂടെടുത്ത് വീട്ടിൽ ചായ ഇട്ട് കുടിക്കണമെന്ന് പറഞ്ഞാൽ നടക്കൂ? ഇല്ല. അപ്പോൾ ടെക്നോളജി നമ്മുടെ കയ്യിൽ ഇല്ല. എൻ്റെ എക്സാമ്പിൾ പറഞ്ഞതാണേ. അപ്പോൾ ടെക്നോളജിക്കലി അത് അക്സസിബിൾ ആയിരിക്കണം. അടുത്ത് കൾച്ചറലി അക്സെപ്റ്റബിൾ ആയിരിക്കണം. അതെന്തായിരിക്കണം? കൾച്ചറലി അക്സെപ്റ്റബിൾ ആയിരിക്കണം. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഈ DNA-യും അതിലൊക്കെ മാറ്റം വരുത്തുന്ന കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ അറിയാം. പക്ഷേ ഒരിക്കലും DNA വെച്ച് മോഡിഫൈ ചെയ്ത് സൂപ്പർ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിനെ നിർമ്മിക്കുക എന്ന് പറയുന്നത് കൾച്ചറലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു മനുഷ്യനെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ വേണമെങ്കിൽ നമുക്കിന്ന് പറ്റും. പക്ഷെ നമ്മളത് ചെയ്യൂ? ഇല്ല. കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അല്ലെ ആ ഒരു രാശിക്ക് തന്നെ അതൊരു നാണക്കേടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വില ഇല്ലാതാക്കുകയാണ്. സോ നമുക്ക് അതൊരു റിസോഴ്സ് ആണെന്ന് ചോദിച്ചാൽ ആണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് പൊക്കം മണ്ണമൊക്കെ ഉള്ള മനുഷ്യന്മാരെ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മുടെ DNA മറ്റതൊക്കെ വെച്ചിട്ട് അല്ലെ ജെനറ്റിക്സ് ഒക്കെ വെച്ചിട്ട് ഒരു പരിധി വരെ, ഞാൻ ഒരു ഭാവിയുടെ കാര്യമാണ് പറയുന്നത്, ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ചെയ്യത്തില്ല. എന്താണ്? കൾച്ചറലി അക്സെപ്റ്റബിൾ അല്ല. അല്ലെങ്കിൽ ഈ പറയുന്ന എന്തുവാണ് നമ്മുടെ ഈ ഡ്രഗ്സ് പോലെയുള്ള സാധനങ്ങൾ അല്ലേ, നമ്മുടെ ഈ പറയുന്ന മയക്കുമരുന്ന് അങ്ങനത്തെ സാധനങ്ങൾ, അത് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. അവർക്കത് റിസോഴ്സ് ആണെന്ന് തോന്നും. പറഞ്ഞാൽ നമുക്കത് റിസോഴ്സ് അല്ലേ, അവർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ? അത് നമ്മുടെ നാടിന് പ്രശ്നം ഉണ്ടാക്കത്തില്ലേ? ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കത്തില്ലേ? അതാണ് പറയുന്നത്. ഒരു വസ്തു നമ്മൾ റിസോഴ്സായിട്ട് കണക്കാക്കണമെങ്കിൽ ഒന്ന് ടെക്നോളജി വെച്ച് നമുക്ക് കിട്ടണം, രണ്ട് എന്തായിരിക്കണം? നമ്മുടെ കൾച്ചർ അത് അക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് മീറ്റിംഗ് അവർ നീഡ്സ്. നമ്മുടെ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യണം. എങ്കിൽ നമുക്ക് എന്ത് പറയാം? റിസോഴ്സ് എന്ന് പറയാം. ഇതിനോടൊപ്പം നമുക്ക് എക്കണോമിക്കലി ഫീസിബിൾ എന്നും കൂടെ പറയണം. സാമ്പത്തികമായി നമുക്കത് എടുക്കാൻ പറ്റിയാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? റിസോഴ്സ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താ റിസോഴ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? റിസോഴ്സസ് ആർ എനിത്തിങ് ദാറ്റ് ഈസ് എൻവയോൺമെൻ്റലി അവൈലബിൾ, ടെക്നോളജിക്കലി അക്സസിബിൾ, കൾച്ചറലി അക്സെപ്റ്റബിൾ ആൻഡ് ആർ കേപ്പബിൾ ഓഫ് മീറ്റിംഗ് അവർ നീഡ്സ് ഈസ് കോൾഡ് റിസോഴ്സസ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസോഴ്സുകൾ എന്ന് വിളിക്കുന്നത്. റിസോഴ്സുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. വാട്ട് ആർ റിസോഴ്സസ്? പറഞ്ഞേ, എൻ്റെ ഒപ്പം പറഞ്ഞേ. എനിത്തിങ് ദാറ്റ് ഈസ് എൻവയോൺമെൻ്റലി അവൈലബിൾ, ടെക്നോളജിക്കലി അക്സസിബിൾ, culturally acceptable and capable of meeting our needs is called a resource. എന്തൊക്കെ വരും റിസോഴ്സിനകത്ത്? നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ സാധനവും നമുക്ക് എന്ത് തന്നെയാണ്? റിസോഴ്സാണ്. നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ്, നമ്മുടെ ഭൂമി, സൂര്യൻ, നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ കൂട്ടുകാരി, നിങ്ങളുടെ മൊബൈൽ ഫോൺ, നിങ്ങളുടെ ഇൻ്റർനെറ്റ്, ഈ പറയുന്ന എല്ലാ വസ്തുക്കളും, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ ഒക്കെ എന്ത് തന്നെയാണ്? റിസോഴ്സുകളാണ്. അപ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് എണ്ണിയാ തീരാതെ അത്രയും റിസോഴ്സുകൾ ഉണ്ട്. ഓക്കെ, റിസോഴ്സ് ഇൻക്ലൂഡ് നോട്ട് ഓൺലി മെറ്റീരിയൽ തിങ്സ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലത്തെ മെറ്റീരിയൽ തിങ്സ് മാത്രമല്ല, അതിപ്പോൾ വെള്ളം, എയർ, സോയിൽ, അതുപോലെ അല്ല, അത് നോൺ മെറ്റീരിയൽ തിങ്സ് ഇതിനകത്ത് വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്ന എന്താണ്? അറിവാണ്, നോളജാണ്, അതൊരു റിസോഴ്സാണ്. ഒരു ഡോക്ടർ നിങ്ങൾക്ക് തരുന്ന അഡ്വൈസുകളോട് നിങ്ങൾക്ക് കിട്ടുന്ന ആരോഗ്യം റിസോഴ്സാണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ പറ്റും? റിസോഴ്സുകളായിട്ട് കണക്കാക്കാനായിട്ട് പറ്റും. അപ്പോൾ റിസോഴ്സ് മെറ്റീരിയൽ തിങ്സും ഉണ്ട്, നോൺ മെറ്റീരിയൽ തിങ്സും ഉണ്ട്. ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് മെറ്റീരിയൽ തിങ്സ് ലൈക്ക് വാട്ടർ, എയർ, സോയിൽ ആൻഡ് ഓൾസോ നോൺ മെറ്റീരിയൽ തിങ്സ് ലൈക്ക് നോളജ് ആൻഡ് ഹെൽത്ത്. ഇനി ഇവിടെ നോക്കിയോ, ഡിപ്പെൻഡിങ് ഓൺ ഹ്യൂമൻ നീഡ്സ് എനി ഒബ്ജക്റ്റ് ക്യാൻ ബി ടേൺഡ് ഇൻ ടു എ റിസോഴ്സ് വിത്ത് ടൈം ആൻഡ് ടെക്നോളജി. അതായത് ഇന്ന് ചിലപ്പോൾ റിസോഴ്സ് എന്ന് പറയാത്ത ഒരു സാധനം നാളെ റിസോഴ്സായി മാറി എന്ന് വരാം. ഒരു ഉദാഹരണം പറയട്ടെ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ പെട്രോളിയത്തിൻ്റെ ഉപയോഗം കണ്ടെത്താത്ത കാലത്ത്, പെട്രോളിയം എന്ന് പറയുന്നത് ഒരു റിസോഴ്സ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അന്നത്തെ ആൾക്കാർ പറയും അല്ല, അതൊരു കറുത്ത നാറുന്ന ഒരു ലിക്വിഡാണ്, ഗുണമൊന്നുമില്ല. അല്ലെങ്കിൽ വീണ്ടും പണ്ട് പോവാം, നമ്മൾ സ്വർണം കണ്ടെത്തുന്നതിന് മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ ഇരുമ്പ് കണ്ടെത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ബ്രോൺസ് ഏജിലായിരുന്നു. ഈ ബ്രോൺസ് എന്ന് പറയുന്ന സാധനം ഉള്ള സമയത്ത് ഇരുമ്പ് കണ്ടാലും നമ്മൾ എടുക്കത്തില്ല, കാരണം ഇരുമ്പിൻ്റെ ഉപയോഗം നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഏതൊരു വസ്തുവും ഒരു റിസോഴ്സായിട്ട് മാറും എപ്പോൾ? വിത്ത് ടൈം ആൻഡ് ടെക്നോളജി. നമ്മളതിനെ ഇപ്പോൾ പെട്രോളിയം എന്ന് പറയുന്ന സാധനത്തിന് പുറത്തെടുത്ത് അതിനെ ശുദ്ധീകരിച്ച് നമ്മുടെ വണ്ടികൾ ഉപയോഗിക്കാമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പെട്രോൾ റിസോഴ്സായിട്ട് മാറി. അതിന് മുന്നേ പെട്രോൾ റിസോഴ്സ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല. ഭൂമി കുഴിച്ചപ്പോൾ, വെള്ളം നമുക്ക് കുട്ടിയാൻ വേണ്ടി കുഴിച്ചപ്പോഴത്തേക്കും അറബി നാട്ടിലാണ് ഒരാൾ രാവിലെ അല്ലെ, ഭയങ്കര വരൾച്ചയൊക്കെയുള്ള സ്ഥലമാണ് അല്ലേ, അവിടെ പണ്ട് പെട്രോളത്തിൻ്റെ ഉപയോഗം കണ്ടെത്തുന്നതിന് മുന്നേ ഒരാൾ കിണർ കുഴിക്കാൻ നോക്കി, കുഴിച്ചു പോയപ്പോൾ എന്ത് കിട്ടി? പെട്രോൾ കിട്ടി. അയാൾ ശപിച്ചുകൊണ്ട് കയറി പോയി കാണും അല്ലേ. വെള്ളം നോക്കിയപ്പോഴാണ് ഈ കറുത്ത് നാറുന്ന ഡ്രൈനേജിൽ നിന്ന് പോകുന്ന പോലത്തെ വൃത്തികെട്ട സ്മെല്ലുള്ള ലിക്വിഡ് കിട്ടിയെന്ന് പറഞ്ഞ് അയാൾ കരഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്ത് കിണർ കുഴിച്ച് പോയപ്പോഴത്തേക്ക് ഇച്ചിരി പെട്രോൾ കണ്ടെങ്കിൽ നിങ്ങൾ ആരാ? ഒഡീശ്വരനല്ലേ, പെട്രോളിയം ഫീൽഡ് സ്വന്തമായിട്ടുണ്ടായിരുന്ന ആളല്ലേ, നിങ്ങൾ അംബാനി ലെവലിൽ കാശുകാരനാവും. അപ്പോൾ അതാ പറയുന്നത്, റിസോഴ്സ് എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ചും ടെക്നോളജിക്ക് അനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. സമയവും ടെക്നോളജിയും ഏതൊരു വസ്തുവിനെയും ചിലപ്പോൾ റിസോഴ്സാക്കി മാറ്റാതിരിക്കുക. ഇനി
മനുഷ്യൻ്റെ സ്കില്ലുകളും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? റിസോഴ്സായിട്ട് കണക്കാക്കാം. അതിനാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അധ്യാപകർ, നിങ്ങളുടെ ഡോക്ടർമാർ, നിങ്ങളെ വണ്ടി ഓടിച്ചു കൊടുക്കുന്ന ഡ്രൈവർ, അതുപോലെ നിങ്ങളുടെ സ്കൂളിലെ മറ്റ് സ്റ്റാഫുകൾ, ഇതൊക്കെ എന്താണ്? നിങ്ങൾക്ക് റിസോഴ്സാണ് അല്ലോ. അവരൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗമില്ലേ? അപ്പോൾ അവർ നമ്മൾ മനുഷ്യന് ഉപകാരപ്രദമായിട്ട് മാറിയാൽ നമ്മളതിനെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് വിളിക്കും. എന്താ വിളിക്കും? ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻസ് ആർ കൺസിഡേർഡ് ആസ് റിസോഴ്സസ് ആസ് ദേ ക്യാൻ ക്രിയേറ്റ് മെനി റിസോഴ്സസ് യൂസിങ് ദിയർ എബിലിറ്റി, സ്കിൽസ് ആൻഡ് ടെക്നോളജി. കഴിവ് ഉപയോഗിച്ച് കണക്കാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഹ്യൂമൻ്റെ സ്കില്ലിനെയും എബിലിറ്റിയെയും അല്ലെ, പഠിപ്പിക്കാനുള്ള എൻ്റെ സ്കില്ലാണ് നിങ്ങൾക്ക് ഉപയോഗമായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ ആ സ്കില്ല് അല്ലെങ്കിൽ ആ കഴിവ്, അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരെയും, വക്കീലായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരുടെ നമുക്ക് എന്ത് വിളിക്കാം? അവരുടെ സ്കില്ലുകളെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് എന്ന് വിളിക്കാം. സത്യം പറഞ്ഞാൽ ഏതൊരു വസ്തുവും റിസോഴ്സായിട്ട് മാറുന്നത് സത്യം പറഞ്ഞാൽ ഹ്യൂമൻ്റെ ഇടപെടലോടുകൂടിയാണ് അല്ലേ. മനുഷ്യന് ഇടപെട്ട് അതിനെ കണ്ടെത്തുമ്പോഴാണ് റിസോഴ്സായിട്ട് മാറുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോഴ്സ് എന്ന് പറയുന്നത്. സെറ്റാണ്. ഫസ്റ്റ് പോയിന്റ് റെഡി അല്ലേ? ഓക്കെ അല്ലേ? പറഞ്ഞപ്പോൾ എന്താണ് റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസോഴ്സ് ആർ ദാറ്റ് ഈസ് എനിത്തിങ് ദാറ്റ് ഈസ് എൻവയോൺമെൻ്റലി അവൈലബിൾ, ടെക്നോളജിക്കലി ഫീസിബിൾ അല്ലെങ്കിൽ ടെക്നോളജിക്കലി അക്സസിബിൾ, കൾച്ചറലി അക്സെപ്റ്റബിൾ ആൻഡ് ക്യാൻ സാറ്റിസ്ഫൈ അവർ നീഡ്സ് ഓർ മീറ്റിംഗ് അവർ നീഡ്സ് ഈസ് കോൾഡ് റിസോഴ്സസ്. റിസോഴ്സിനകത്ത് മെറ്റീരിയൽ തിങ്സും വരും, നോൺ മെറ്റീരിയൽ തിങ്സും വരും. മെറ്റീരിയൽ തിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടും കണ്ടും അറിയാൻ പറ്റുന്ന സാധനങ്ങൾ, എന്നാൽ കാണാൻ പറ്റാത്ത അറിവും ആരോഗ്യവും സമാധാനവും സന്തോഷവും ഒക്കെ എന്ത് തന്നെയാണ്? റിസോഴ്സുകൾ തന്നെയാണ്. മനുഷ്യനാണ് റിസോഴ്സ് അങ്ങനെ ആക്കി മാറ്റുന്നത്. അത് നമുക്ക് സമയവും ടെക്നോളജിയും അനുസരിച്ച് ഏതൊരു വസ്തുവും റിസോഴ്സായിട്ട് മാറാനും പറ്റും. മനുഷ്യന് ഉപകാരപ്രദമായി മാറിയാൽ നമ്മളതിനെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് വിളിക്കും. ഇനി അങ്ങനെ ഈ എണ്ണിയാൽ ഒടുങ്ങാത്ത റിസോഴ്സുകൾ നമുക്ക് പല ഫോമിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരാം. ഹൗ ക്യാൻ ടൈം ആൻഡ് ടെക്നോളജി ടേൺ ആൻ ഓർഡിനറി ഒബ്ജക്റ്റ് ഇൻ ടു എ യൂസ്ഫുൾ റിസോഴ്സ് ഫോർ ഹ്യൂമൻസ്? ഞാൻ പെട്രോളിൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ. സമയത്തിനും ടെക്നോളജിക്കും അനുസരിച്ച് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുമ്പോൾ ഓർഡിനറി ആയിട്ട് നമ്മൾ ഉപയോഗമില്ലെന്ന് കരുതിയ പല വസ്തുക്കളും നമുക്ക് പിന്നീട് എന്തായിട്ട് മാറാം? വിലപിടിപ്പുള്ള റിസോഴ്സുകളായിട്ട് മാറാം. ഉദാഹരണമാണ് പെട്രോൾ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട് പേടിക്കണ്ടല്ലോ. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് റിസോഴ്സാണ്. റിസോഴ്സ് നമുക്ക് പല രീതിയിൽ തരംതിരിക്കാൻ പറ്റും. ആദ്യം നമ്മൾ തരംതിരിക്കാൻ പോകുന്നത് ഇത് എവിടെ നിന്നുണ്ടാകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സോ ബേസ്ഡ് ഓൺ ഒറിജിൻ റിസോഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് നാച്ചുറൽ റിസോഴ്സ് എന്നും മറ്റൊന്ന് മാൻ മെയ്ഡ് റിസോഴ്സ് എന്നും. അപ്പോൾ റിസോഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. ഒരുപാടുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യണ്ടേ. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് എവിടെ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്, ആരാണ് ഇതിനെ ഉണ്ടാക്കിയത്. പ്രകൃതി സ്വന്തമായി ഉണ്ടാക്കിയാൽ അത് നാച്ചുറൽ റിസോഴ്സുകളെന്ന് പറയും. ഇനി മനുഷ്യൻ നിർമ്മിച്ചാൽ നമ്മളതിനെ മനുഷ്യനിർമ്മിതം അല്ലെങ്കിൽ മാൻ മെയ്ഡ് റിസോഴ്സുകളെന്നും പറയും. അപ്പോൾ എന്താണ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഒരു സാധനം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ എയർ, മിനറൽ, ഇനി നമുക്ക് എത്ര വേണമെങ്കിലും എഴുതി ചേർക്കാം, വാട്ടർ, സോയിൽ, ഇതൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന, നമ്മൾ ഉണ്ടാക്കുന്നതൊന്നുമല്ല. അതാണ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താ മാൻ മെയ്ഡ് റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാൻ മെയ്ഡ്, മനുഷ്യൻ നിർമ്മിച്ചു. റോഡ്, മെഷീനറീസ്, നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്, നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ്, ഇതൊക്കെ എന്തായിട്ട് വരും? മനുഷ്യൻ നിർമ്മിക്കുന്നതാണ്. അപ്പോൾ അത് മാൻ മെയ്ഡ്. അപ്പോൾ ബേസ്ഡ് ഓൺ ഒറിജിൻ റിസോഴ്സസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് മാൻ മെയ്ഡ് റിസോഴ്സസ്. തീരുന്നുണ്ടോ? ഇല്ല. റിസോഴ്സിന് നമുക്ക് മറ്റൊരു രീതിയിലും ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ തന്നെ വീട്ടിൽ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഈ പറയുന്ന കറണ്ട് എന്ന് പറയുന്ന സാധനം, നിങ്ങൾ ചുമ്മാ റൂമിൽ ആവശ്യമില്ലാത്തൊരു ഫാൻ ഇട്ടിട്ട് പോയാൽ നിങ്ങളുടെ അമ്മ വഴക്ക് പറയും. പക്ഷെ നമുക്കറിയാം ജനൽ തുറന്നിട്ടാലും കാറ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ജനൽ തുറന്നിട്ട് കാറ്റ് മുറിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മ നിങ്ങളെ വഴക്ക് പറയാനൊന്നും പോകുന്നില്ല. കാരണം കാറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷേ കാറ്റ് തന്നെയാണ് ഫാനും തരുന്നത്. പക്ഷേ ഫാന് കറക്കാനുള്ള വൈദ്യുതി നമുക്ക് എന്ത് ചെയ്യത്തില്ല? ഫ്രീ ആയിട്ട് കിട്ടുമോ? ഇല്ല. ഇതാണ് സംഭവം. നിങ്ങൾ അയൺ ബോക്സ് അഥവാ ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ചിട്ട് തുണി തേക്കുമ്പോൾ നിങ്ങൾ അത് ഓണാക്കിയിട്ടിട്ട് പോയാൽ നമ്മുടെ അമ്മ അല്ലെങ്കിൽ ലക്ഷ്മണ വഴക്ക് പറയും അല്ലേ. തുണിയിൽ ചൂട് കൊടുക്കുന്നതാണ് പരിപാടി. നിങ്ങൾ എന്നും പറഞ്ഞാൽ നേരെ പോയി നമ്മുടെ ഈ സൂര്യനുണ്ടല്ലോ, ഓക്കെ, സൂര്യനിൽ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന എന്താണ് തുണി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ്? സൂര്യപ്രകാശം ഫ്രീ ആണ്. അപ്പോൾ ഒരു വസ്തു തീർന്നു പോകത്തില്ലേ? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? റിന്യൂവബിൾ പൊട്ടൻഷ്യൽ എന്ന് പറയാൻ പറ്റും. റിന്യൂവബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് റീയൂസ് ചെയ്യാമെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഒരു വസ്തു നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് റിസോഴ്സിനെ രണ്ടെടുത്തിരിക്കാൻ പറ്റും. റിന്യൂവബിൾ റിസോഴ്സുകളെന്നും നോൺ റിന്യൂവബിൾ റിസോഴ്സുകളെന്നും. ഏത് റിസോഴ്സാണോ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോവാത്തത്, വീണ്ടും കിട്ടുന്നത്, അങ്ങനെയുള്ള റിസോഴ്സുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിന്യൂവബിൾ റിസോഴ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കിയത്, ഡു നോട്ട് ഗെറ്റ് ഡിപ്ലീറ്റഡ് ആഫ്റ്റർ യൂസ് ക്യാൻ ബി റീയൂസ്ഡ് ആർ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് അത് തീർന്നു പോവോ? ഇല്ല.
വീണ്ടും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ സൂര്യപ്രകാശം, കാറ്റ്, തിരമാലകളൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഓക്കെ, സോ ദീസ് ആർ റിസോഴ്സസ് ദാറ്റ് ആർ കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ നേച്ചർ ആൻഡ് ആർ ഓൾവേസ് റെഡിലി അവൈലബിൾ ടു മാൻ. പ്രകൃതി സ്വന്തമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും. നേരെ മറിച്ച് നോൺ റിന്യൂവബിൾ റിസോഴ്സുകൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകും. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഹാവ് ബീൻ ഫോംഡ് ഓവർ മില്യൻസ് ഓഫ് ഇയേഴ്സ് ആൻഡ് ദേ ഡിക്രീസ് ഇൻ ക്വാണ്ടിറ്റി വിത്ത് യൂസ്. ഇത് ക്രിയേറ്റ് ആവാൻ ഒരുപാട് സമയമെടുക്കും. മാത്രമല്ല ഈ സാധനം ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകും. പെട്രോളിയം നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. പെട്രോൾ ഫോം ചെയ്യാനായിട്ട് നമ്മൾ ഈ പറയുന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ ചെടികളൊക്കെ മണ്ണിനടിയിലകപ്പെട്ട് വർഷങ്ങളോളം, മില്യൻസ് ഓഫ് വർഷങ്ങൾ അതിനകത്ത് കിടന്ന് അത് ഡീക്കേ ചെയ്ത് പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ മാറി വരുമ്പോഴാണത് ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പെട്രോളിയമായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉൽപ്പാദിപ്പിക്കുമെന്ന് ചോദിച്ചാൽ ഉൽപ്പാദിപ്പിക്കും. പക്ഷേ അത് നമ്മുടെ എന്നല്ല, ഇനിയും അല്ലേ മില്യൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 10 ലക്ഷമാണ് 1 മില്യൺ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരുപാട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോഴേ അത് ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അതാ ഇവിടെ പറയുന്നത് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹാവ് ബീൻ ഫോംഡ് ഓവർ മില്യൻസ് ഓഫ് ഇയേഴ്സ്. അത് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ മില്യൻസ് ഓഫ് വർഷങ്ങൾ വേണം. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞ പെട്രോളിയം, അതുപോലെ സ്വർണം, ഗോൾഡ്, കോൾ എക്സെട്ര എല്ലാം എന്തിനകത്ത് വരും? നോൺ റിന്യൂവബിൾ റിസോഴ്സിനകത്ത് വരും. അപ്പോൾ നോക്കിയോ, ഒറിജിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ റിസോഴ്സിനെ എത്രയായിട്ട് തിരിച്ചു? 2ആയിട്ട്. നാച്ചുറൽ റിസോഴ്സ് എന്നും മാൻമെയ്ഡ് റിസോഴ്സ് എന്നും. പ്രകൃതിയിൽ സ്വന്തമായി വരുന്നത് നാച്ചുറൽ ആണെങ്കിൽ മനുഷ്യൻ നിർമ്മിക്കുന്നത് മാൻമെയ്ഡ്. ഉദാഹരണങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇനി റിന്യൂവബിൾ പൊട്ടൻഷ്യൽ, അത് വീണ്ടും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് വരുമോ എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒന്ന് റിന്യൂവബിൾ റിസോഴ്സ് എന്നും മറ്റൊന്ന് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്നും. ഏത് റിസോഴ്സാണോ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകാത്തത്, ഡു നോട്ട് ഗെറ്റ് ഡിപ്ലീറ്റഡ് ആഫ്റ്റർ യൂസ് ഈസ് കോൾഡ് റിന്യൂവബിൾ റിസോഴ്സസ്. നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ പ്രകൃതി കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ആവശ്യത്തിന് അത് കിട്ടുകയും ചെയ്യും. വിൻഡ്, സൺലൈറ്റ്, വേവ്സ് എക്സെട്ര. എന്നാൽ വർഷങ്ങളോളം എടുത്ത് അല്ലെ ബില്യൻസ് ഓഫ് ഇയേഴ്സുകൾ കൊണ്ട് രൂപപ്പെടുന്ന പല റിസോഴ്സുകളും നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് എന്ത് പറ്റും? തീർന്നു പോകും. അതിനാണ് നമ്മൾ നോൺ റിന്യൂവബിൾ റിസോഴ്സുകൾ എന്ന് വിളിക്കുന്നത്. പെട്രോളിയം എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണുന്നതാണ്. മുംബൈ ഹൈ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കടലിനകത്തുള്ള ഒരു ഈ പെട്രോൾ കുഴിച്ചെടുക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? മുംബൈ ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ കണ്ടോ നോക്കി, മുംബൈ ഹൈ ഈസ് ദ ലാർജസ്റ്റ് ഓയിൽ ഫീൽഡ് ലൊക്കേറ്റഡ് 160 കിലോമീറ്റർ ഫ്രം ദ അറേബ്യൻ സീ. കടലിനകത്താണ് ഈ സാധനം കിടക്കുന്നത്. ഓക്കെ, ഇത് 1974 ഡിസ്കവർ ചെയ്യുന്നത്. ഇവിടെ നിന്നൊക്കെയാണ് പെട്രോളിയം നമ്മുടെ അംബാനിയും അദാനിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ്, റിസോഴ്സുകൾ. ഇതുപോലത്തെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതായത് റിസോഴ്സിൻ്റെ പേര് തന്നിട്ട് അത് റിന്യൂവബിൾ ആണോ നോൺ റിന്യൂവബിൾ ആണോ എന്ന് എഴുതാനായിട്ട്. ഫോർ എക്സാമ്പിൾ, വെള്ളം എന്ന് പറയുന്ന റിന്യൂവബിൾ ആയിട്ട് നമുക്ക് തൽക്കാലം കണക്കാക്കാം. മെറ്റലുകൾ എന്ന് പറയുന്നത് എന്താണ്? നോൺ റിന്യൂവബിൾ ആണ്. സോളാർ എനർജി എന്ന് പറയുന്ന റിന്യൂവബിൾ ആണെങ്കിൽ കൽക്കരി അഥവാ കോൾ എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ ആണ്. കാറ്റെന്ന് പറയുന്ന റിന്യൂവബിൾ ആണെങ്കിൽ പെട്രോളിയം എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ ആണ്. മതി, ഇന്നത്തേക്ക് ഇത്രയും മതി. നമ്മളപ്പോൾ തുടങ്ങിയല്ലേ ഉള്ള, അവധിയല്ലേ, കുറച്ച് മതി. അടുത്ത ക്ലാസ്സിൽ തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം? മിനറൽസിനെ പറ്റി പഠിക്കും. സോ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.